നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? ലെങ്ത് വരെയല്ലേ? ലെങ്ത് ഓക്കെ. അപ്പം സ്ട്രിങ് എന്തായിരുന്നു? അതുണ്ട്. സ്ട്രിങ് എന്തായിരുന്നു? സ്ട്രിങ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രിങ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആണെന്ന് തിരിച്ചറിയുന്നത് സ്ട്രിങ് അതിന്റെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ സ്ട്രിങ് ആണെങ്കിലാണ് ടെക്സ്റ്റ് ആയിട്ട് തിരിച്ചറിയുന്നത്. ഓക്കെ, എന്നു പറഞ്ഞു സ്ട്രിങ്ങിന് എന്തുണ്ട്? ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്ട്രിങ് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു. സിംഗിൾ കോട്ട് ഇടാം, ഡബിൾ കോട്ട് ഇടാം, ബാക്ക് ടിക്സ് ഇടാം. അപ്പോൾ ബാക്ക് ടിക്സ് ഇടുമ്പോൾ പ്രത്യേകം എന്താ? നമുക്ക് അതിനകത്ത് മറ്റേ ഡോളർ സൈൻ കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിന്റെ വാല്യൂ എംബഡ് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ. പിന്നെ ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു അല്ലേ? ഇക്വാളിറ്റി, സ്ട്രിക്റ്റ് ഇക്വാളിറ്റി. ഓക്കെ, നോക്കാം. ഇനി അടുത്ത് നോക്കാം. പിന്നെ സ്ട്രിങ് കേസ് സെൻസിറ്റീവ് ആണ് അല്ലേ? അത് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടറിനെ, ഇപ്പം സ്ട്രിങ് ഉണ്ട്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ നമുക്ക് സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടേഴ്സിന് ആക്സസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ മാത്രമായിട്ട് എടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്യാരക്ടറിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അതല്ലാതെ വേറെ വഴിയുണ്ട്. മോഡ്ലെസ് അല്ല, എന്തോ അല്ല, ആ ക്യാരക്ടർ ഉണ്ട്. അതല്ലാതെ, അതായത് സ്ട്രിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു സ്ട്രിങ് ബിൽഡ് ചെയ്തേക്കുന്നത് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. സ്ട്രിങ്ങിന് എന്തുണ്ട്? ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. നിങ്ങൾക്കറിയില്ല ഇൻഡെക്സ് നമ്പർ? നിങ്ങൾക്കറിയണമല്ലോ. അങ്ങനെ പറഞ്ഞില്ല. അപ്പം ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടോ? അറയ്ക്കുണ്ട്, സ്ട്രിങ്ങിനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഈ സ്ട്രിങ് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ സ്ട്രിങ്ങിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറിനും ഒരു പൊസിഷൻ നമ്പർ ഉണ്ട്. അതിനാണ് ഇൻഡെക്സ് നമ്പർ. അത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു പൊസിഷൻ നമ്പർ, അതിനാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം. ഈ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നല്ല, 0-ൽ നിന്നായിരിക്കും. ഓക്കെ, അതായത് എച്ചിന്റെ ഇൻഡെക്സ് നമ്പർ 0, അടുത്തത് 1, 2, ഇങ്ങനെ പോകും. മനസ്സിലായോ? അപ്പം ഓരോ എലമെന്റിനും എന്തുണ്ട്? ഓരോ ക്യാരക്ടറിനും, എലമെന്റ് അല്ല ക്യാരക്ടറിനും ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ സ്ട്രിങ്ങിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഇൻഡെക്സ് നമ്പർ വെച്ച് എടുക്കാം. അതായത് സ്ട്രിങ്ങിന്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിന് ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എന്തായാലും കിട്ടുക? പ്രിന്റ് ചെയ്യുക. ഇതാണ് സംഭവം. സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ക്യാരക്ടറിനും ഓരോ പൊസിഷൻ നമ്പർ ഉണ്ട്, അതാണ് ഇൻഡെക്സ് നമ്പർ. അതിന്റെ പൊസിഷൻ എവിടെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നമ്പർ ഉള്ളത്, അതാണ് ഇൻഡെക്സ് നമ്പർ. നമ്മൾ ഇൻഡെക്സ് നമ്പർ STR സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ ആ ക്യാരക്ടറിനെ കിട്ടും. ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് 0-ലായിരിക്കും. അതുകൊണ്ട് തന്നെ ലെങ്തും ഇൻഡെക്സ് നമ്പറും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻഡെക്സ് നമ്പരും അതായത് മറ്റേ ഒന്നിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഒരു സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ എപ്പോഴും സ്ട്രിങ്ങിന്റെ ലെങ്ത് -1 ആയിരിക്കും അല്ലേ? കാര്യം ലെങ്ത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന 1-ലാണ്, ഇൻഡെക്സ് നമ്പർ 0. അപ്പം ഒരു സ്ട്രിങ്ങിന്റെ ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് -1. അതായത് എനിക്കിപ്പോൾ ലാസ്റ്റ് എലമെന്റ് കിട്ടണം, എനിക്ക് ഇത് എണ്ണാൻ വയ്യ, ലാസ്റ്റ് എലമെന്റ് കിട്ടണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണ്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമുക്ക് വേണം ഓപ്പറേഷൻ എഴുതാം, STR ഡോട്ട് ലെങ്ത് -1. അപ്പം ആദ്യമേ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ഇത് സോൾവ് ചെയ്യും, ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ -1 ചെയ്യും. അതാണല്ലോ ലാസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് നമ്പർ. നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ D കണ്ടോ? മനസ്സിലായി? ഇങ്ങനെയൊക്കെ എഴുതാം. സ്ട്രിങ്ങോ? അതെ, ശരിക്കും അറേ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, അങ്ങനെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. അത് നീ ശരിക്കും റിയൽ നോക്കാൻ എന്തോ അറേ ഒബ്ജക്റ്റാ, അറേ ഒരു ഒബ്ജക്റ്റാ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം, കുറച്ച് ഇന്റേണൽ കാര്യങ്ങൾ അതൊക്കെ.
ഓക്കെ, മനസ്സിലായത്? ഇൻഡെക്സ് നമ്പർ മനസ്സിലായോ? ട്രൈ ചെയ്ത് നോക്കിയേ. ആ, ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് യൂസ് ചെയ്യാം ഇവിടെ. അപ്പൊ ക്യാരറ്റ് ഡോട്ട് ക്യാരറ്റ് ഓഫ് കൊടുക്കാം, ഒരു ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. അതിന് വരെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്. ചെയ്യണ്ട. ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾ ക്ലാസ് ചെയ്യുന്നോ പരിപാടി ഇവിടെ എറണാകുളത്ത്? ക്ലാസ് ചെയ്യുന്ന പരിപാടി? ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്.
ഇത് മനസ്സിലായല്ലോ ഒരു ക്യാരക്ടറിനെ ആക്സസ് ചെയ്യാൻ. അടുത്തത് കോമൺ സ്ട്രിംഗ് മെത്തേഡ്സ്. അതായത് നമ്മൾ പൊതുവെ സ്ട്രിംഗിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഫംഗ്ഷൻസ്, മെത്തേഡ്സ്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്, മെത്തേഡ്സ് ആണ് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ സ്ട്രിംഗിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത്താണെന്ത്, ഓക്കെ അത് സ്ട്രിംഗ് ഓപ്പറേഷൻ. ഓക്കെ, ടു അപ്പർ കേസ് കണ്ടോ. അതായത് നമുക്കൊരു സ്ട്രിംഗ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ നമുക്കിവിടെ സ്ട്രിംഗ് ഉണ്ട്, നമുക്ക് ഈ സ്ട്രിങ്ങിനെ ഫുള്ള് അപ്പർ കേസ് ചെയ്യണം. ഈക്വൽ ടു സ്ട്രിങ്ങിന്റെ പേര് ഡോട്ട് ടു അപ്പർ കേസ് കൊടുക്കുക, ഒരു ബ്രാക്കറ്റ്. ഇത് നിർബന്ധമാണ്. ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ഡോട്ട് ലെങ്ത് മാത്രം മതി. പക്ഷെ ഇതിന് നമ്മൾ പറഞ്ഞ ഒരു സ്ട്രിംഗ് മെത്തേഡ്സ് എന്നാണ് പറയാം. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് നിർബന്ധമാണ്. ഇത് ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പം str.to അപ്പർ കേസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ റെസ്റ്റിലേക്ക് നേരെ സ്റ്റോർ ചെയ്തു. അതായത് നമ്മൾ സ്ട്രിങ്ങിനെ എടുത്തു, സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്തി. എന്താ ഓപ്പറേഷൻ? അപ്പർ കേസിലേക്ക് ആക്കാനുള്ള ഓപ്പറേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്നുള്ള റൺ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയോ,
എന്തായി മാറി? എല്ലാം അപ്പർ കേസായി. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ലോവർ കേസ് ആക്കാം. എല്ലാം ലോവർ കേസായി. എച്ചും ഡബ്ല്യു ഒക്കെ അപ്പർ കേസ് ആയിരുന്നു, ഫുള്ള് ലോവർ കേസ് ആവും. ഓക്കെ, അപ്പൊ അതാണ് ലോവർ കേസ്. ഇനി അടുത്ത ക്യാരറ്റ് എന്ന് പറഞ്ഞത്. അതായത് ക്യാരറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്ത സാധനം തന്നെയാണ്. അതായത് ഒരു സ്ട്രിങ് ഉണ്ട്, നമ്മൾ ഇവിടെ വന്നിട്ട് ക്യാർ അറ്റ് എന്ന് കൊടുക്കുക. ബ്രാക്കറ്റിലാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യേണ്ടത്. ആ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഇതിൽ രണ്ടും ബ്രാക്കറ്റിന് ഡാറ്റ പാസ് ചെയ്യേണ്ട. ഈ ക്യാരറ്റിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. കൊടുത്താൽ എന്ത് ചെയ്യും? ആ ഇൻഡെക്സ് നമ്പറിലുള്ള എലമെന്റിനെ ക്യാരറ്റിനെ തരും. അതായത് നമ്മൾ ഇതിലെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നതിന് സെയിം. അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് എന്തിടാം? ഇട്ടാൽ മതി. ഇതിന് പകരം വേറൊന്നാണ് ഈ ക്യാരറ്റ്. അപ്പൊ നമ്മൾ പൊതുവേ ഇത് ഉപയോഗിക്കാറില്ല, പകരം മറ്റേ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ് ഉപയോഗിക്കാറ്. നിങ്ങൾ എവിടെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, മനസ്സിലായോ? അടുത്താണ് സബ്സ്ട്രിങ്. സബ്സ്ട്രിങ് എന്താ വെച്ചാൽ നമുക്കൊരു സ്ട്രിങ്ങിനകത്ത് ഒരു പാർട്ട് മാത്രമായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോട്ട് സബ്സ്ട്രിങ് ആണ് ഉപയോഗിക്കുക. അപ്പം നോക്കാം, str ഉണ്ട്, ഡോട്ട് സബ്സ്ട്രിങ്, എല്ലാം സ്മോൾ ആണ് സബ്സ്ട്രിങ്ങിന്റെ. നമുക്ക് എന്ത് ചെയ്യാൻ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കാം. നമുക്ക് ഒരു സ്ട്രിങ്ങിന്റെ ഒരു പാർട്ട് മാത്രം വേണം ഒക്കെയാണല്ലോ. അപ്പൊ എനിക്ക് ഹലോ മാത്രം മതി എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് കൊടുക്കുക 0. ഓക്കെ, ഇനി എന്ത് കൊടുക്കണമായിരിക്കും? അപ്പൊ എന്തായിരിക്കും കൊടുക്കുക? നോക്കിയേ, 0 1 2 3 4 4 അല്ലേ? 4 കൊടുക്കാം. 4 കൊടുക്കുമ്പോൾ കിട്ടുമോ നോക്കാം. ഓക്കെ, ഞാൻ റൺ ചെയ്യുന്നു. ഹലോ കംപ്ലീറ്റ് കിട്ടിയോ? ഇല്ല. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻഡെക്സ്, അടുത്തത് എൻഡിങ് ഇൻഡെക്സ് ആയിരിക്കണം, പക്ഷെ ലാസ്റ്റ് എലമെന്റ് അല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ 0,5 എന്ന് കൊടുത്താൽ 0 മുതൽ 5 എടുക്കില്ല, 4 വരെ. മനസ്സിലായോ? 5 ലാസ്റ്റ് കൊടുക്കുന്ന വാല്യൂ എടുക്കാൻ തൊട്ട് മുമ്പ് വരെ എടുക്കുള്ളൂ. ചിലപ്പോൾ 0,5 എന്ന് കൊടുത്താലേ എനിക്ക് ഹലോ ഫുള്ള് കിട്ടുള്ളൂ. കാര്യം ലാസ്റ്റ് ഓടെ ഇൻഡെക്സ് നമ്പർ 4 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ സബ്സ്ട്രിങ് കൊടുക്കുമ്പോൾ 0,5 തന്നെ കൊടുക്കണം. കാര്യം എന്ത് ചെയ്യില്ല? 5 എടുക്കില്ല, 5ന് തൊട്ട് മുമ്പ് വരെ 4 വരെ എടുക്കുള്ളൂ. നമുക്ക് ഇനി ഇടയ്ക്ക് വേണ്ട എടുക്കാം. ഇപ്പൊ ഞാനിവിടെ 2 ആക്കിയാലോ? ഇല്ലല്ലോ, കണ്ടോ? 2 എടുക്കും, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എടുക്കും. സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അതല്ല 0 കൊടുത്തപ്പോൾ വെച്ചെടുത്തത്. ഇപ്പൊ 0 1 2 ഈ L O 2 3 4 അതെടുത്തു. ഇപ്പൊ 5 എടുക്കില്ല. മനസ്സിലായോ? അപ്പം 2 3 4 ഓക്കെ ആണല്ലോ സബ്സ്ട്രിങ്. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇൻഡെക്സ് ഓഫ്. ഓക്കെ, ഇൻഡെക്സ് ഓഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് നമ്പർ വെച്ച് നമുക്കൊരു ക്യാരക്ടറിന് എടുക്കാം. ഇതുപോലെ നമുക്കൊരു ക്യാരക്ടറിന് വെച്ചാൽ ഇൻഡെക്സ് നമ്പർ എടുക്കാം. ഓക്കെ, ഞാൻ ഇൻഡെക്സ് ഓഫ് കൊടുത്തു. ഞാൻ കൊടുക്കുകയാണ് H. എന്തായിരിക്കും ഔട്ട്പുട്ട്? H ഉണ്ടോ? ഇതോ? അത് ക്യാപിറ്റൽ. നമുക്ക് നോക്കാം. ഞാൻ റൺ ചെയ്യുന്നു. -1. അതായത് ഇല്ലെങ്കിൽ -1 ആണ് തരിക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ആ സ്ട്രിങ്ങിൽ ഇല്ലെങ്കിൽ -1 ആയിരിക്കും കിട്ടുക. പിന്നെ 0 എന്തായാലും ഒരു ആണല്ലോ, ഇൻഡെക്സ് ആണല്ലോ. ഞാനിവിടെ ക്യാപിറ്റൽ H കൊടുക്കുന്നു, 0. ഞാനിവിടെ E കൊടുക്കുന്നു, എന്ത് കിട്ടും? 1. നമ്മൾ ഏത് ക്യാരക്ടർ കൊടുക്കുന്നോ അതിന് കിട്ടും. ഞാൻ L കൊടുക്കുന്നു, എന്തായാലും കിട്ടാ? എത്ര എല്ലാം ഉണ്ട്? ഒന്നാമത്തെ എടുക്കുള്ളൂ, ഒന്നാമത്തെ എല്ലിന്റെ എടുക്കുള്ളൂ, ബാക്കി എടുക്കില്ല, കിട്ടുകയില്ല. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ലൂപ്പൊക്കെ ചെയ്യണം, വേറെ പ്രോഗ്രാം ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇതാണ് എന്ത്? ഇൻഡെക്സ് ഓഫ്. നമുക്ക് ഇൻഡെക്സ് ഓഫ് വെച്ച് നമുക്ക് വേണമെങ്കിൽ സെന്റൻസ് എഴുതാം, എല്ലാം കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ. അതായത് ഇതൊരു ഇത്രയും ഒരു സെറ്റാണ്, നമ്മൾ ഇതിന്റെ ആണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് അതിന്റെ ഇൻഡെക്സ് കൊടുക്കും. എടുക്കുള്ളൂ. ഞാൻ ഇവിടെ EPL എന്ന് കൊടുത്തു. ഇപ്പൊ എന്തായാലും കിട്ടുക? അങ്ങനെ സാധനം ഇല്ല, ഇല്ലേ? അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. ELL കൊടുത്തപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ ആ പാറ്റേൺ മാച്ച് ആയി. അപ്പൊ അതിന് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് കിട്ടി. ELPO എന്ന് കൊടുത്തപ്പോൾ EPL എന്ന് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു E ഉണ്ട്, പക്ഷെ EPL എന്ന് പറഞ്ഞ പാറ്റേൺ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? -1. മനസ്സിലായോ? ഇൻഡെക്സ് ഓഫ്. ഇനി അടുത്താണ് റീപ്ലേസ്. അതെന്തായിരിക്കും? റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം.
ഞാനിവിടെ റീപ്ലേസ് കൊടുക്കുന്നു, str.replace. എന്നിട്ട് ഇതിന് നമ്മൾ 2 വാല്യൂ പാസ് ചെയ്യേണ്ട. ഒന്നാമത്തത് ഏതാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അത്. ഇനി അവിടെ എന്ത് കൊണ്ടുവരണം അത്. ഞാനിവിടെ E, O എന്ന് കൊടുത്തു. ഞാൻ റൺ ചെയ്യാം. അതിനകത്തുള്ള E മാറി O ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്ത് പറ്റി? ഫസ്റ്റിലത്തെ എല്ല് മാത്രം റീപ്ലേസ് ആയി. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ എല്ലും റീപ്ലേസ് ചെയ്യണം വെച്ചാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ഓൾ ഉപയോഗിക്കാം. ഞാനിവിടെ എല്ലാം കോൺസ്റ്റ് ആയിട്ടല്ലേ. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? തൽക്കാലം ഇതെല്ലാം മാറേക്കാം. നമ്മൾ വാറിന് വരാൻ കോൺസ്റ്റും വെറ്റും ഒക്കെയാണ് ഇനി അങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ, റീപ്ലേസ് ഓൾ കൊടുത്തു. ഞാൻ റൺ ചെയ്യുന്നു. എല്ലാം മാറി. ഇനിയുണ്ട് അടുത്തത്, അത് ആരെയും കൂടെ പഠിച്ചിട്ട് പഠിക്കാം. ഇത്രയും ഉണ്ടായിരുന്നു നോക്കിയേ. അപ്പർ കേസ്, ലോവർ കേസ്, ക്യാരറ്റ്, സബ്സ്ട്രിങ്, ഇൻഡെക്സ് ഓഫ്, റീപ്ലേസ്. കാണുന്നുണ്ടോ അത്?
ചെയ്തോ? ടാസ്ക് സിമ്പിൾ ടാസ്കാ. ടാസ്ക് നമ്പർ എത്ര? 6 ആണോ? 5.
അൺഡിഫൈൻഡ് ഫോഴ്സ് വാല്യൂ എൻഡി അല്ല. സെക്കൻഡ്.
പിന്നെ ടാസ്ക് ഉണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ചെയ്തോ, അടുത്തും ചെയ്തോ, ഗ്രൂപ്പിൽ നോക്കാം. ടാസ്ക് ചെയ്തില്ലേ? എവിടെ വരെ? നീ എവിടെ വരെ? എം ഡി എങ്ങനെ ചെയ്തേ? എം ഡി ആ നോട്ട് അതിന് മതി. പിന്നെ വേറെ എങ്ങനെ ചെയ്ത്? എന്ത് നോക്കിയാ മതി? ആ മതി, അത് മതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ, നീ എങ്ങനെ എഴുതിയ? ഇഫ് STR ഓഫ് ലെങ്ത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തോ? നീ അവിടെ ഇഫ് STR ഡോട്ട് ലെങ്ത് ഒന്ന് മാത്രം കൊടുത്താലും മതി. കാര്യം STR ഡോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞ. കാര്യം STR ഓഫ് ലെങ്ത് 0 ആണെങ്കിൽ LC വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞ. നീ ചെയ്ത് കറക്റ്റാ. അങ്ങനെ എപ്പോഴും നമ്മൾ ഡെവലപ്പർ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അല്ല, അത് പതുക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത് നോക്കാം. ലൂപ്പിംഗ് പറയട്ടെ, ലൂപ്പിംഗ് പറയട്ടെ. ഓക്കെ. അപ്പൊ എന്താ ലൂപ്പിംഗ്? എന്താ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട്? യൂസ് ചെയ്തിട്ടുണ്ടോ ലൂപ്പിംഗ്? ചെയ്തിട്ടില്ലേ? കോളേജൊക്കെ ചെയ്തിട്ടില്ല ലൂപ്പിംഗ്? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സാധനം നോക്കാം. ശ്രദ്ധിക്കണം. അപ്പം അയച്ചു നോക്കിയാൽ ആദ്യമേ. Looping is a fundamental concept in JavaScript that allows you to execute a block of code repeatedly. ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് കോഡ്. അപ്പൊ നമ്മുടെ ജാസ്റ്റിന് നമ്മൾ ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് അറിയാം 07 ലൂപ്പിംഗ്. അതെ.
കേളി ബ്രേസിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയാം ജാവാസ്ക്രിപ്റ്റിനകത്ത്. ഇപ്പൊ നമ്മളിപ്പം ഇഫ് എഴുതിയിട്ട് ബ്ലോക്ക് ഇടും, അത് ഇഫ് ബ്ലോക്ക്, എൽസ് ബ്ലോക്ക് ഇല്ലേ? അതുപോലെ നമുക്ക് വെറുതെ വേണമെങ്കിൽ ബ്ലോക്ക് ഇടാം. ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? അപ്പൊ നമ്മൾ ആ ഒരു കേളി ബ്രാക്കറ്റ് ഇടുന്നതിനാണ് ബ്ലോക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പം ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും 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 വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പം ലൂപ്പിങ്ങിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എനിക്ക് 5 വട്ടം ആപ്പിളിൽ നിന്ന് പ്രിന്റ് ചെയ്യണം, ഇതാണ് എൻ്റെ ആവശ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ലൂപ്പ് ഇട് 5 വട്ടം അടിക്കണം അല്ലേ? ആപ്പിൾ ഓക്കെ, ഞാൻ റൺ ചെയ്യുമ്പോൾ എന്തായാലും കിട്ടുക 5 ആപ്പിൾ കിട്ടും. 5 വട്ടം ആപ്പിളിൽ നിന്ന് പ്രിന്റ് ആവും. 10 വട്ടം വേണമെങ്കിൽ 100 വട്ടം വേണമെങ്കിൽ അപ്പം നമുക്ക് ഇപ്പൊ ഒരു വലിയൊരു സംഖ്യ, അപ്പൊ വലിയൊരു ടൈംസ്, ഇപ്പൊ 100 ടൈംസ് അല്ലെങ്കിൽ 1000 ടൈംസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്ര വേണം ടൈപ്പ് ചെയ്യേണ്ടി വരും ഇല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ലൂപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഇപ്പൊ നോക്കിയേ, ഈ കോഡ് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കോഡ് തന്നെയാണ് 5 വട്ടം ആവർത്തിച്ച് വരുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോഡിനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ഒറ്റ വട്ടം കോഡ് എഴുതുക, നമുക്ക് ഇഷ്ടമുള്ള അത്രയും പ്രാവശ്യം എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുള്ള ടെക്നിക്കാണ് എന്ത്, ലൂപ്പിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ലൂപ്പാണ് വൈൽ ലൂപ്പ്. ലൂപ്പ് തന്നെ പല ടൈപ്പ് ലൂപ്പ്സ് ഉണ്ട്. ഒന്നാമതാണ് വൈൽ ലൂപ്പ്. ഒന്ന് വായിച്ചു നോക്കിയത്, വൈൽ ലൂപ്പ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. ദ ലൂപ്പ് കണ്ടിന്യൂസ് അണ്ടിൽ ദ കണ്ടീഷൻ ബിക്കം ഫാൾസ്. അതായത് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അത് സിന്റാക്സ് എഴുതാൻ പറയാം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അത് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്ന ലൂപ്പാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അതിന്റെ സിന്റാക്സ് ആദ്യം എഴുതാം. ഇഫ് ഒക്കെ എഴുതുന്ന പോലെ ഇവിടെ വൈലിന് എഴുതാം, ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഇടാം, ഇഫിന് ഇടുന്ന പോലെ ഒരു കേളി ബ്രാക്കറ്റ് ഇടാം. ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ഓഫ് കോഡ്. കേളി ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത് എന്താണോ അതായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് എഴുതുന്നു console.log ആപ്പിൾ. ഈ വൈൽ ലൂപ്പിന്റെ പ്രത്യേകത വെച്ചാൽ, ആ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ടോ, ആ റൗണ്ട് ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഫോൾസ് ആണെങ്കിലോ, ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യില്ല. ഇഫ് ബ്ലോക്ക് പോലെ തന്നെ. ഓക്കെ, അപ്പം നോക്കിക്കോ, ഞാൻ വന്നിട്ട് കണ്ടീഷൻ കൊടുക്കുന്നു 5 > 3. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഇത് ട്രൂ ആണ്. ഞാനിത് റൺ ചെയ്യാന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇവിടെ ഓറഞ്ചോട് ടൈപ്പ് ചെയ്യാം. ഞാൻ റൺ ചെയ്യാൻ പോണേ. എന്ത് സംഭവിച്ചോണ്ടിരിക്കുന്നേ, പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കാം. അതിന്റെ കാര്യം വെച്ചാൽ, ഇത് വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കൽ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വൈൽ ലൂപ്പ് ആണ്. ആദ്യം വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്കിലേക്ക് കയറും. ബ്ലോക്കിലുള്ള ആപ്പിൾ പ്രിന്റ് ചെയ്യും, ഓറഞ്ച് പ്രിന്റ് ചെയ്യും. സാധാരണ എങ്ങനെ വർക്ക് ചെയ്യുക, പിന്നെ അടുത്ത ലൈനിലേക്ക് പോകുന്നുള്ള. ഇതങ്ങനല്ല. ലൂപ്പുകളുടെ പ്രത്യേകത വെച്ചാൽ, ലൂപ്പിനകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ അകത്തേക്ക് കയറും, പിന്നെ അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും, അകത്തേക്ക് കയറും, എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനാണ് ലൂപ്പ് എന്ന് പറയാം. ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പം മാത്രമേ ലൂപ്പ് എക്സിറ്റ് ചെയ്യുള്ളൂ. ഈ കേസിൽ ഈ കണ്ടീഷൻ ഒരിക്കലും ഫോൾസ് ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചെയ്യും, ഇതിങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഞാൻ ഇവിടെ console.log ഓക്കെ, ഞാൻ റൺ ചെയ്യാം. റൺ ചെയ്താൽ ഒരിക്കലും ലേക്ക് എത്തില്ല. കാര്യം ഇവിടെ ഇങ്ങനെ എക്സിക്യൂട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ പ്രോഗ്രാം നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യണം. ഇതിങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. കാര്യം എന്താ, ഇവിടെ വരുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആപ്പിൾ വേണ്ടിന്ന് ഓറഞ്ച് വരുന്നു, പിന്നെ അടുത്ത ലൈനിലേക്ക് പോകല്ല, പിന്നെയും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ എവിടെ ഫോൾസ് ആവുന്നു അപ്പം മാത്രമേ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുള്ളൂ. അതുവരെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇതിലേക്ക് എത്തില്ല. ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രോഗ്രാം സ്റ്റോപ്പ് ആയിപ്പോ. Ctrl+C അടിച്ചാൽ മതി. ഇതാണ് ലൂപ്പ്. അപ്പൊ നമ്മുടെ ആവശ്യം ഇതല്ല. നമ്മുടെ ആവശ്യം വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ഈ ലൂപ്പ് എത്ര വട്ടം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത്. കാര്യം നമുക്ക് 5 വട്ടമായിരിക്കാം, 10 വട്ടമായിരിക്കും, നമുക്കറിയാം. ഒരു ഡെഫിനിറ്റ് ടൈംസ് എന്ത് ചെയ്യണം, ഇത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്താ, ഈ ലൂപ്പ് വർക്ക് ചെയ്ത് മനസ്സിലായത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ,
ലൂപ്പ് വർക്ക് എന്താ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വർക്ക് കൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യം വെച്ചാൽ നമ്മൾ പറയുന്ന ടൈംസ് ഇത് വർക്ക് ആവുള്ളൂ. നമ്മൾ 5 വട്ടം എന്ന് പറഞ്ഞാൽ 5 വട്ടം വർക്ക് ആവുള്ളൂ, 10 വട്ടം എന്ന് പറഞ്ഞാൽ 10 വട്ടം വർക്ക് ആവുള്ളൂ. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഫയൽ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ട്രൂ ആണ് വരുന്നെങ്കിൽ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. നമ്മുടെ ആവശ്യം 5 വട്ടം ആപ്പിൾ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് അതിനകത്ത് ഇട്ടും. ഓക്കെ, ഇനി നമ്മുടെ ആവശ്യം എന്താ? ഇത് 5 വട്ടം. അതായത് നമ്മുടെ ആവശ്യം വെച്ചാൽ ഫസ്റ്റ് ടൈം ഇത് എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, സെക്കൻഡ് ടൈം എക്സിക്യൂട്ട് ആവുന്നു, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5ാമത്തെ ടൈം എക്സിക്യൂട്ട് ആവുന്നു. 6ാമത്തെ ടൈം ഇവിടെ ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. ആണല്ലോ. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഒരു വേരിയബിൾ എഴുതാം. വാർ ഇഷ്ടമുള്ള പേര് എഴുതുക. പൊതുവെ നമ്മൾ കൊടുക്കാറ് ഐ എന്നാണ്, ഐട്രേഷൻ എന്നുള്ളതിനാണ്. അതായത് ഓരോ ലൂപ്പിന് ഓരോ ഐട്രേഷൻ എന്ന് പറയാം. ഇവിടെ ഐ ഈക്വൽ ടു 0 ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു കണ്ടീഷൻ എഴുതുന്നു, വൈൽ ഐ ലെസ് ദാൻ എന്താ 4, 0, 1, 2, 3, 4. ഓക്കെ, ലെസ് ദാൻ 5 കൊടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു 5 കൊടുക്കാം. ഇപ്പോൾ 5 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ ആപ്പിൾ എഴുതി, എന്നിട്ട് വേണ്ട ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഇട്ടു. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐ പ്ലസ് പ്ലസ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിന് വരാം, അത് തന്നെയാണ് ഇത് ഇൻക്രിമെന്റ് അല്ലേ, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ആദ്യമേ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 0 ആവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വരും, ഐയുടെ വാല്യൂ എന്താ? 0. അപ്പൊ എന്ത് ചെയ്യും? 0 ലെസ് ദാൻ 5 ഇല്ലേ? ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. അപ്പൊ എന്ത് ചെയ്യും? ആപ്പിൾ പ്രിന്റ് ചെയ്യും. ഒരു വട്ടം ആപ്പിൾ പ്രിന്റ് ആയി. ഇവിടെ ഞാൻ എഴുതാം ആപ്പിൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഒന്ന് കൂടും. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയിൽ എന്താണോ ഉള്ളത് അതേ പ്ലസ് 1. അതിൽ എന്താ ഉള്ളത്? 0. അപ്പൊ ഐ ഈക്വൽ ടു 0 പ്ലസ് 1 എന്താവും? 1 ആവും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലുത് കഴിഞ്ഞു, നേരെ വന്നിട്ട് ലൂപ്പ് ചെക്ക് ചെയ്യും. ഐയുടെ വാല്യൂ എന്താ? 1 ലെസ് ദാൻ 5 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആപ്പിൾ പ്രിന്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത ആപ്പിൾ വരും. ഓക്കെ, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. അതിൽ എന്താ ഉള്ളത്? ഓൾറെഡി 1 ഉണ്ട്. 1 പ്ലസ് 1 2. ഐയുടെ വാല്യൂ 2 ആവും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വരുന്നു 2 ലെസ് ദാൻ 5 ആണോ? അതെ. ആപ്പിൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. 3 ആപ്പിൾ. ഇനി എന്ത് ചെയ്യും? ഇവിടെ വരുന്നു, ഐയുടെ വാല്യൂ എന്തായി? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. 2 ആയിരുന്നു, 2 പ്ലസ് 1 3. 3 ലെസ് ദാൻ 5 ചെക്ക് ചെയ്യും. അപ്പൊ എന്താ? ട്രൂ ആണ്. അടുത്ത ആപ്പിൾ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ 4 വട്ടമായി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, ഐ എന്താ? 3 പ്ലസ് 1 4 അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? 4 ആണ്. 4 ലെസ് ദാൻ 5 ആണ്. അടുത്ത ആപ്പിൾ പ്രിന്റ് ആയി. 5 ആപ്പിൾ പ്രിന്റ് ആയി. ഇനി എന്താ? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 4 ആണ്. 4 പ്ലസ് 1 5. ഇവിടെ ഒന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എന്താ? 5 ലെസ് ദാൻ 5 ആണോ? അപ്പൊ ആ പോയിന്റിൽ കണ്ടീഷൻ ഫോൾസ് ആവും. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ലൂപ്പ് എത്ര വട്ടം വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു കണ്ടീഷൻ എഴുതി കൺട്രോൾ ചെയ്യും. ആ ലൂപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കണ്ടീഷനിലേക്ക് എത്താനുള്ള സെറ്റപ്പ് എഴുതി വെക്കും. അതാണ് ഈ സെറ്റപ്പ്. ഒക്കെ ആൾ ഇതിങ്ങനെ വർക്കായി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ കാര്യം പറഞ്ഞു വന്ന് അല്ലെങ്കിൽ കൂടി വന്ന് നമ്മുടെ ആ ഒരു കണ്ടീഷൻ ബ്രേക്ക് ചെയ്യും. അപ്പൊ അത് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാം. അപ്പൊ നമ്മുടെ എത്ര വട്ടം ലൂപ്പ് വർക്ക് ചെയ്യണം അതിനനുസരിച്ച് അത് എഴുതണം അല്ലേ? അതുകൊണ്ട് ഞാൻ ഇതിന് താഴെ വേണമെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എന്തെന്നോട് കൊടുക്കാം. ഇപ്പൊ ഇത് റൺ ചെയ്യാം. ഓക്കെ, 1 2 3 4 5 വട്ടം ആപ്പിൾ പ്രിന്റ്. അപ്പം പ്രിന്റ് ചെയ്യുന്നവരെ ലൂപ്പിൽ കിടന്ന് വർക്ക് ചെയ്യാൻ. എന്നിട്ട് എപ്പോഴാണ് ലൂപ്പ് എക്സിറ്റ് ആവുന്നത്, അതായത് ഒരു പോയിന്റ് വരുമ്പോൾ 5 ലെസ് ദാൻ 5 വരും. അപ്പൊ എന്ത് ചെയ്ത്? ഫോൾസ് ആവും. അപ്പൊ എന്ത് എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത ലൈനിലുണ്ടെങ്കിൽ അതിലേക്ക് പോകും, ഇല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായത്? ഇതാണ് ലൂപ്പ്. അപ്പൊ എന്തിനാ വെച്ചാൽ നമുക്ക് ഒരുപാട് കേസുകൾ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടി വരാം. റിപ്പീറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരാം. അപ്പൊ ആ കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് ഉപയോഗിക്കും. ഇത് വളരെ ഫണ്ടമെന്റലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, പിന്നെ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതുണ്ടോ? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന് പകരം ഐ പ്ലസ് പ്ലസ് എഴുതാം. ഐ പ്ലസ് പ്ലസ് മീൻസ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഉള്ള ഷോർട്ട് ഫോം ആണ്. ഓക്കെ ആണല്ലോ? ഇനിയുണ്ട്, അതായത് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഐ പ്ലസ് 2 എഴുതാലോ, ഐ പ്ലസ് 3 എഴുതാലോ. ഐ പ്ലസ് 1 മാത്രം ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 മാത്രമുള്ള ഷോർട്ട് ഫോം ആണ് ഐ പ്ലസ് പ്ലസ്. ഐ പ്ലസ് 2 3 ആണെങ്കിൽ ഐ പ്ലസ് ഈക്വൽ ടു 2. 3 ആണെങ്കിൽ ഐ പ്ലസ് ഈക്വൽ ടു 3 ഇങ്ങനെ എഴുതാം. ഓക്കെ, നമ്മളിപ്പോൾ അത് വിട്ടേക്കാം. നമുക്ക് ഇനി ഒരാവശ്യം പറയാം. ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഉള്ള ഷോർട്ട് ഫോം ആണ് എന്ത്? ഐ പ്ലസ് പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് അതിന് വരെ ഇങ്ങനെ എഴുതാം. ഐ ഈക്വൽ ടു ഐ മൈനസ് 1 ഉള്ള ഷോർട്ട് ഫോം ആണ് എന്ത്? ഐ മൈനസ് മൈനസ്. ചില കേസിൽ നമുക്ക് കുറയ്ക്കേണ്ടിയും വരാം. അപ്പം ഐ ഈക്വൽ ടു ഐ മൈനസ് 1. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഐ മൈനസ് മൈനസ്. മനസ്സിലായോ? ഓക്കെ, ട്രൈ നോക്കിയത്.
ചെയ്തോ? വെർഷൻ മനസ്സിലായത്? ഓക്കെ. ബാക്കിയുള്ളവർക്കോ? നിങ്ങൾക്ക് ചെയ്ത് പരിചയമുണ്ടോ രൂപിക്ക്? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് കോമൺസ് ലോജിക്കുകൾ സോൾവ് ചെയ്യുക. ഈ ലൂപ്പിങ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാം. ആ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ അകത്ത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഒരു കണ്ടീഷൻ എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നമുക്ക് എത്ര വട്ടം എക്സിക്യൂട്ട് ആണ് ആ പോയിന്റ് തമ്മിൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ആകുന്നു അല്ലേ? അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ലോജിക്ക് നമ്മൾ എഴുതാം. അത് നമ്മൾ ആലോചിക്കാം ഇതെങ്ങനെ എത്തിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് പ്രിന്റ്സ് നമ്പർ ഫ്രം 10 to 1. ഓക്കെ, ചെയ്യാലോ. അത് ആദ്യം 10, പിന്നെ 9, പിന്നെ 8, 7 എന്ന് പ്രിന്റ് ചെയ്യണം. ഞാൻ ചെയ്ത് കാണിക്കണത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൈ നോക്ക്. അടുത്ത ടാസ്ക് ആണ് ടാസ്ക് 5, 6. ഒന്നാമത്തെ ചെയ്തത് ബാക്കി ചെയ്തോ?
വേർഷൻ ഒന്നാമത്തെ കിട്ടിയോ? ചെയ്ത് കാണിക്കാം ഒന്നാമത്തെ. ഇപ്പം ഇത് 10 to 1 അല്ലേ? 1 to 10 കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പം ഒന്നാമത്തെ കിട്ടാതെ നോക്കിക്കോ. അതായത് ഇത് 10 to 1 ആണ് ക്വസ്റ്റ്യൻ. ഞാൻ 1 to 10 കാണിക്കാം, പിന്നെ തിരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടാസ്ക് 6 നമ്മുടെ ആവശ്യം എന്താ? 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? console.log 1 പിന്നെ 2 അങ്ങനെ 10 തൊട്ട് എഴുതേണ്ടി വരും. നമ്മൾ അതിന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലൂപ്പ് എഴുതുന്നു. നമ്മൾ ആദ്യം വൈൽ അല്ലേ, സിൻടാക്സ് ഒക്കെ എഴുതി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെച്ചാലേ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? ഒരു ഐ എഴുതും, var i equal to 1. ഒരു കണ്ടീഷൻ എഴുതുന്നു, i less than or equal to 10. 10 വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് നോക്കിക്കോ, ഇതിനകത്ത് console.log i ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് ഒരു i പ്ലസ് പ്ലസ് കൊടുക്കും. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇത് വർക്കാവും. ഐയുടെ വാല്യൂ എന്താ? 1. ഫസ്റ്റ് ഈ ലൂപ്പിൽ കയറും, കണ്ടീഷൻ ട്രൂ ആണ് ഇല്ലേ? ലെസ് ദാൻ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഐ പ്രിന്റ് ചെയ്യും. ഐ എന്തായി? 1 പ്രിന്റ് ആവും. ഐ പ്ലസ് പ്ലസ് i 2i. അത് 1 പ്രിന്റ് ആയി, എന്നിട്ട് i 2i. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വരുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ് അല്ലേ? ഇവിടെ കയറുന്നു, ഐയുടെ വാല്യൂ എന്താ? 2. അപ്പോൾ 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ 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 3 4 നോക്കാം, നമുക്ക് റൺ ചെയ്യാം. നമ്മോട് ടാസ്ക് കണ്ടോ? നമ്മൾ ആ ഐ പ്രയോജനപ്പെടുത്തി. നമ്മൾ ഐ വെച്ച് ഐ അങ്ങ് പ്രിന്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് ഓരോ പോയിലും നമ്മൾ ഐ ചേഞ്ച് ചെയ്യുന്നു. ഓരോ ലൂപ്പിൽ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ console.log ഐ ആണ് കൊടുത്തത്. അപ്പോൾ ഓരോ ലൂപ്പ് വരുമ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1 ആവും, പിന്നെ 2 3 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ നിനക്ക് തിരിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? കണ്ടീഷൻ തിരിച്ച് എഴുതുക. ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, ഐ ഈക്വൽ ടു 10 സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. എവിടെ വരെ വരണം? 1 വരെ. അപ്പോൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 മനസ്സിലായി നിനക്ക്? എപ്പോഴാണോ? നീ ആദ്യം കൊടുത്തു നോക്ക്. നീ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിനക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതല്ല. ഇതിപ്പോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്താ. നീ പതുക്കെ കണ്ടീഷൻ കൊടുത്തു. ഒന്നാം ദിവസമല്ലേ ചെയ്യുന്നത്? ഇത് ചെയ്തോ നീ? ഇതിപ്പോ കാണിച്ചത് നീ പറഞ്ഞ സഹായിക്കണോ? ഒന്ന് സഹായിക്കണേ. രണ്ടാമത്തെ ഏതോ? മൂന്നാമത്തെ അല്ലേ? സം ഓഫ് n നമ്പേഴ്സ്. അതായത് ഇപ്പൊ n ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സം വേണ്ടിയാണ്. n ഈക്വൽ ടു 10 എന്ന് കൊടുത്തു വെച്ചോ. രണ്ടാമത്തെ ചെയ്തോ? ഓക്കെ, n ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെ സം, അതായത് 1 + 2 + 3 + 4 + 10 വരെ. n ഈക്വൽ ടു 20 എന്ന് കൊടുത്താൽ 1 + 2 + 20 വരെ. ഇക്വേഷൻ ഇടല്ലേ?
ഇക്വേഷൻ ഇടാതെ ചെയ്യണേ. ഇക്വേഷൻ ഇടാതെ ചെയ്യണം. n+1 ഇൻറ്റു അങ്ങനെ ഇക്വേഷൻ ഇല്ലേ, n ഇൻറ്റു n+1/2 അങ്ങനെ ഇക്വേഷൻ ഇല്ലേ, അത് എഴുതുക മാത്സ് അരിത്മെറ്റിക്. ആദ്യം നീ വാര് n = എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. വേണ്ട വേണ്ട, അതൊക്കെ വരാം, അത് കുറച്ച് കോംപ്ലക്സാ. പതുക്കെ ചെയ്യാൻ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ പ്രോഗ്രാമിങ്ങിന്റെ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വരും, ഫുൾ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. നിങ്ങളത് നോക്കി ചെയ്യരുത്. നിങ്ങളിപ്പോൾ വീട്ടിൽ പോയി ചെയ്യാൻ പറയാം, നിങ്ങൾ വേണമെങ്കിൽ ഓൺലൈൻ റെഫർ ചെയ്യാം. അങ്ങനെ ചെയ്യാറ് പ്രശ്നം ചെയ്യരുത്. നമുക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ലോജിക് എന്ന് പറഞ്ഞാൽ നോർമൽ ലോജിക് അല്ല, അത് നമ്മൾ പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസിലൂടെ കൊണ്ടുവരേണ്ട സാധനം. നമ്മൾ ഈ നോക്കി ചെയ്യുമ്പോഴത്തെ കാര്യം പോകും. അപ്പൊ നീ അത്രയും ആലോചിച്ച് പതുക്കെ നമുക്ക് സാധനം കിട്ടുള്ളൂ. ഓക്കെ, മാക്സിമം അല്ലേ, കിട്ടില്ല കുഴപ്പമില്ല, കേട്ടെ, അടുത്ത ദിവസം ട്രൈ ചെയ്യാം.
മൂന്നാമത്തേതോ? ചേർന്ന് നീ അത് ചെയ്തോ. എല്ലാരും മൂന്നാമത്തെയാണ് ആലോചിക്കുന്നത്. വരസ് എന്തായി? എത്ര ചെയ്തോ? എന്തോ എന്നാലോ ഇക്വേഷൻ നന്നായി പറഞ്ഞേ. ചെയ്ത് അതിലാലോ കിട്ടിയോ ഞങ്ങക്ക്? ഒന്ന് രണ്ട് ചെയ്തോ? ചെയ്തല്ലോ. ഓൺലൈൻ ഉള്ളവരോ? നെറ്റോ ചെയ്തോ? എന്താടാ ടാസ്ക്? ഒരു മിനിറ്റ്.
മലയാളത്തിൽ പറയാം. What happened, man? നിങ്ങൾ സംസാരിച്ചോ? ബാക്കിയാക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ടാസ്ക് 6 അല്ലേ? ഓക്കെ, സം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? നമ്മളിപ്പം var num equal to 10 എന്ന് കൊടുത്താൽ 10 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കുക? നമുക്ക് വേണ്ട എന്താ? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ var, ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാത്തവർ അങ്ങനെ അല്ല ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയ ട്രൈ നോക്കാം. പതുക്കെ നോക്കി ഔട്ട്പുട്ട് നോക്കി മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തുക. എനിക്കിത് അറിയാവുന്നതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യുന്നതാണ്. ഞാനല്ലോ, അപ്പൊ നമ്മൾ ആദ്യമേ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞല്ലോ ചെയ്യാം. ഞാനല്ലോ, ഇപ്പൊ ഒരു പുതിയൊരു ലോജിക്, ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇത് യൂസ് ചെയ്ത് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ചെയ്ത് പരിചയമില്ലാത്ത ഒരു ടാസ്ക് ആണ് ഞാൻ തരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടുന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അത് വെച്ച് പതുക്കെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് നോക്കി എന്താണ് കറക്ഷൻ നോക്കി മനസ്സിലാക്കി ചെയ്താണ് എത്തുക. ഓക്കെ ആണല്ലോ? ഇപ്പൊ എനിക്കതറിയാം, അപ്പൊ എനിക്ക് വേറെ ചെയ്യാൻ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ആദ്യമേ var sum equal to 0 എന്ന് പറഞ്ഞ അതിന്റെ വേരിയബിൾ സെറ്റ് ചെയ്തു. ഓക്കെ, അതിലൊരു കാര്യമുണ്ട്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും അല്ലെങ്കിൽ ചെയ്യാം. ഞാൻ ആദ്യമേ എന്ത് ചെയ്യും? ചിലപ്പോൾ വൈൽ എഴുതിക്കാണ്, എനിക്ക് ഓർമ്മയില്ല എങ്ങനെ ഞാൻ ചെയ്തത്. ഓക്കെ, വൈൽ. ഓക്കെ, അപ്പൊ എന്റെ ആവശ്യം എന്താ? 1 + 2 + 3 അങ്ങനെ 10 വട്ടം മാറണം. അപ്പൊ എനിക്ക് ഒരു വേഗ ഐഡിയ ഉണ്ട്, എന്താ 10 വട്ടമായിരിക്കും എന്റെ ലൂപ്പ് വർക്ക് ചെയ്യാം അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി var I equal to എന്ത് ചെയ്യുന്നു? 0 or 1. 0 കൊടുത്തു. 1 കൊടുത്താൽ 1 കൊടുത്താലും മതി, 0 കൊടുത്തു. അപ്പൊ ഓക്കെ 1 കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ 10 തൊട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ var i equal to 1 എന്ന് കൊടുത്തു, സം equal to 0 കൊടുത്തു, നം equal to 10 കൊടുത്തു. ഓക്കെ, അപ്പൊ നീ പറഞ്ഞപ്പോ 1 വെച്ച് നമുക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ നം തന്നെ കുറച്ച് കൊണ്ടുവരാം എന്ന് വെച്ചപ്പോ അപ്പൊ നമുക്ക് i തന്നെ വയ്യാം. അപ്പൊ അതിനെ ഞാൻ 1 കൊടുത്തു. ഓക്കെ, മനസ്സിലായത്, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാല് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പൊ കണ്ടീഷൻ തൽക്കാലം ഞാൻ ട്രൂ എന്ന് കൊടുത്തു. അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? ആദ്യമേ എന്ത് ചെയ്യണം? ഇപ്പൊ സം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ 0 സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഓരോ ലൂപ്പിലും 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും എന്ന് വെച്ചാൽ. അപ്പൊ നമ്മളിവിടെ അതിനു വേണ്ടിയാണ് 1 ഈ ഐ സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ആദ്യം സം എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, അതിന് 0 ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 1 എടുത്ത് സമ്മിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അടുത്ത ലൂപ്പ് വരുമ്പോഴത്തേക്കും സമ്മിനകത്ത് എന്തായി? 0 + 1, അത് 1 വരും. അടുത്ത ലൂപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? 2 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമ്മിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വാല്യൂവിനെ 2 വെച്ച് ആഡ് ചെയ്യും. അപ്പം ഓൾറെഡി 1 ഉണ്ട്, 1 + 2 ആവും, 3 ആയി. ഇനി എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ എന്താവും? 3 ആവും. അപ്പൊ എന്ത് ചെയ്യും? ഓൾറെഡി സമ്മിൽ 3 ഉണ്ട്, 3 + 3, ഇപ്പൊ 6 ആയി, പിന്നെ 4, അങ്ങനെ 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 പോകും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കണ്ട് ആദ്യം എന്ത് ചെയ്യും? സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം ഓരോ ലൂപ്പിൽ എന്ത് ചെയ്യും? സമ്മിന്റെ വാല്യൂ കൂടി കൂടി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വന്നിട്ട് i പ്ലസ് പ്ലസ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ കണ്ടീഷൻ വരാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? വൈൽ i ലെസ് ദാൻ or equal to 10. ഓക്കെ, എന്നിട്ട് ഈ ലൂപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ സം എന്ന് പറഞ്ഞ വേരിയബിൾ എന്തുണ്ടാവും? സം ഉണ്ടാവും. ഞാൻ പറയാം, ഞാൻ വർക്ക് ചെയ്യാൻ പറയാം. എന്ത് കൺസോൾ ഡോട്ട് ലോഗ് അത് കിട്ടുന്നുണ്ടോ നോക്കാം. ടാസ്ക് 655 സം കിട്ടി. ഇതെങ്ങനെ വർക്ക് ആയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇപ്പൊ 10 കൊടുക്കണം, പിന്നെ നമ്മൾ കൊടുത്താൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്തല്ലോ. ഇനി നോക്കിയോ ഇതെങ്ങനെ വർക്ക് ചെയ്തെന്ന്. ആദ്യമേ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എഴുതി, അതായത് എത്ര നമ്പറിന്റെ സമ്മ് കാണണം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി എഴുതി 10 നമ്പറിന്റെ. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു, ഒന്ന് ഐ, ഒന്ന് സമ്മ്. അത് നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ നമ്പർ കൊടുത്തില്ലേ, 10 ആണ് കൊടുത്തെങ്കിൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും എടുക്കും, എന്നിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ i 1 സെറ്റ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കണ്ടീഷൻ ചെയ്യുന്നു വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം, അതായത് ഐയുടെ വാല്യൂ 10 താഴെ ആവുമ്പോൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൂപ്പിൽ ഐയുടെ വാല്യൂ എന്താ? 1 ആണ്, 1 വരും. നമ്മൾ എന്ത് ചെയ്യും? സം എന്ന് പറഞ്ഞ വേരിയബിൾ എന്തുണ്ട്? 0. അപ്പൊ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് ചെയ്യും. ഓക്കെ, അതായത് സം ഈക്വൽ ടു 0 + 1. അപ്പൊ ഫസ്റ്റ് ലൂപ്പിൽ വറക്കാൻ പോകുന്നത് വെച്ചാൽ 0 + 1, സമ്മിൽ എന്ത് വരും? 1 വരും. സമ്മിലേക്ക് 1 വരും. ഇവിടെ എഴുതാം, സം ഈക്വൽ ടു 1 ആവും. ഓക്കെ, ഐയുടെ വാല്യൂ i പ്ലസ് പ്ലസ്, ഐയുടെ വാല്യൂ എന്താവും? 2 ആവും. ഐയുടെ വാല്യൂ 1 ആയിരുന്നു, 2 ആവും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വരുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ് ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അകത്തേക്ക് കയറും. അപ്പൊ സമ്മിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ സം ഈക്വൽ ടു സം പ്ലസ് 1, സം ഈക്വൽ ടു 1 + 2, സം പ്ലസ് ഐ അല്ലേ, 1 + 2. അപ്പൊ എന്ത് ചെയ്യും? സമ്മിൽ 3 ആവും. i ഈക്വൽ ടു i പ്ലസ് പ്ലസ്, അപ്പൊ എന്താ ഐയുടെ വാല്യൂ? 3 ആവും. ഇവിടെ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണ്. സം ഈക്വൽ ടു ഓൾറെഡി 3 ഉണ്ട്, 3 + 3, അതായത് സം ഈക്വൽ ടു സം പ്ലസ് 3, സമ്മിൽ 3 ഉണ്ട് പ്ലസ് i ഈക്വൽ ടു 3, 3 + 3, അപ്പൊ എന്താവും? സമ്മിൽ 6 ആവും, i പ്ലസ് പ്ലസ്. അപ്പൊ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 4 ആവും ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 6 + 4 10 ആവും അല്ലേ? അങ്ങനെ 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 ഓരോ ലൂപ്പിൽ എന്ത് ചെയ്യും? സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഓരോരോ നമ്പർ വെച്ച് ആഡ് ആയിക്കൊണ്ടിരിക്കും. ആദ്യം 1 ആടാവും, പിന്നെ അതിൻ്റെ കൂടെ 2 ആടാവും, പിന്നെ ആ റിസൾട്ടിൻ്റെ 3 ആടാവും, ആ റിസൾട്ടിൻ്റെ 4 ആടാവും, ഇങ്ങനെയല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ലൂപ്പാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വർക്കായി അവസാനം എന്ത് ചെയ്യും? ഒരു പോയിന്റ് എത്തുമ്പോൾ ഐയുടെ വാല്യൂ 10 ആവും. അപ്പോഴും അകത്തേക്ക് കയറും, കാര്യം i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്, കാര്യം നമ്മൾ 10 ആണ്. അപ്പൊ അകത്ത് കയറുന്നു, സം ഈക്വൽ ടു സം പ്ലസ് ഐ, സം ആ സമയത്ത് 45 ആയിരിക്കും, പ്ലസ് ഐ, അത് പ്ലസ് 10 55 ആവും, i ഈക്വൽ ടു i പ്ലസ് പ്ലസ്. അപ്പൊ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 11 ആവും. അപ്പൊ ഈ കണ്ടീഷൻ വന്ന് ചെക്ക് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആയി. അതായത് സമ്മ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? കണ്ടീഷൻ ഫോൾസ് ആവും, ഈ ലൂപ്പ് എക്സിറ്റ് ആവും, സമ്മ് പ്രിന്റ് ആവും. ഈ സമ്മ് പ്രിന്റ് ആവുന്ന ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇതിനകത്ത് എഴുതിയാലോ? എല്ലാ ലൂപ്പും ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കും. എല്ലാ ലൂപ്പിലും അതാത് ലൂപ്പിലെ സമ്മ് പ്രിന്റ് ചെയ്യും. കാരണം ആദ്യം 1 ആയിരുന്നു, പിന്നെ 1 + 2 3, 3 + 3 6, ഇങ്ങനെ. മനസ്സിലായത്? ഇത് പ്രിന്റ് ചെയ്ത് മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ സമ്മ് ആ ലൂപ്പിനകത്ത് പ്രിന്റ് ചെയ്താല് ഈ ലൂപ്പ് വർക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഫസ്റ്റ് ലൂപ്പിൽ എന്ത് ചെയ്യും? സം ഈക്വൽ ടു 0 + 1 i പ്ലസ് പ്ലസ്. അപ്പൊ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ 2 ആവും, സമ്മ് പ്രിന്റ് ആവും. അപ്പൊ സം എന്താ? 1.
ഇങ്ങനെ എല്ലാ ലൂപ്പിനും സം പ്രിന്റ് ആവും. അങ്ങനെ പ്രിന്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ലൂപ്പിന് ശേഷം, അത് ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സം എന്ന് പറഞ്ഞ വേരിയബിളിൽ ആക്ച്വൽ സം ഉണ്ടാവും. അപ്പം ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സം പ്രിന്റ് ആകാതെ അപ്പം എന്ത് ചെയ്തു, സം നമ്മൾ പുറത്ത് ചെയ്തു. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായത്? ഒന്ന് ട്രൈ നോക്ക്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ട്രൈ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഫാക്ടോറിയൽ ചെയ്തോ? സീറോ ആണെങ്കിലും ഐക്കൾ 0 ആണെങ്കിലും, പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ 0 ലെസ് ആയിരുന്നേ, ഒരു ലൂപ്പ് എക്സ്ട്രാ വർക്കാവും. സമ്മ് കിട്ടും, ഒരു ലൂപ്പ് എക്സ്ട്രാ വർക്കാവും. അപ്പൊ നീ എന്ത് ചെയ്യും, ആദ്യം 0 = 0 + 0 റിസൾട്ട് സെയിം തന്നെ, പക്ഷെ ഈ പറഞ്ഞ പോലെ 11 വട്ടം വർക്ക് ചെയ്യും. കിട്ടിയത് ഓൺലൈനുള്ളവർക്ക് മനസ്സിലായിരുന്നത്? പറടാ.
കിട്ടിയടാ. ഓക്കെ, ഇപ്പൊ ഫാക്ടോറിയൽ ചെയ്തിട്ട് വരാം. ഫാക്ടോറിയൽ എന്താ അറിയല്ലോ, ഇപ്പൊ 5 എടുത്താൽ 1 × 2 × 3 × 4 × 5. ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസം. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി വ്യാഴാഴ്ച നോക്കാം.